ഈശോ മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിലൂടെ വിലപ്പെട്ടതിൻ്റെ വില അറിയാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവനും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ്. നമ്മളിന്ന് വായിച്ചു കേട്ടതും ഇങ്ങനെ 3 ഉപമകളാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി കണ്ടെത്തുന്ന മനുഷ്യനെ പോലെയാണ്. ഒരാൾ തൻ്റെ വയലിൽ നിധി കണ്ടെത്തുന്നു. എന്നിട്ട് അയാൾ ചെയ്യുന്നത് തനിക്കുള്ളതെല്ലാം വിൽക്കുകയാണ്, അത് സ്വന്തമാക്കാനായിട്ട്. തൻ്റേതല്ലാത്ത വയലിൽ കണ്ടെത്തുന്ന നിധിക്ക് വേണ്ടിയിട്ട്, നിസ്സാരമായ വയലിന് വേണ്ടിയിട്ട് തനിക്കുള്ളതെല്ലാം ഒരാൾ വിൽക്കുകയാണ്. നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുമല്ലേ, നിസ്സാരമായത് വാങ്ങാൻ എന്തിനിയാൾ ഇത്ര വില കൊടുത്തു? കാരണം മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് നിസ്സാരമാണ്. നിധി കണ്ടെത്തിയവനറിയാം ഇത് നിസ്സാരതയല്ല, വിലപ്പെട്ടത് അതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്ന ഒരാൾ മാത്രമാണത് ആ വയൽ വാങ്ങുന്നത്. സ്വർഗരാജ്യം ഇതുപോലെ നിധി ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന വയലാണ്. ഈ നിധി തേടാനുള്ള വിളിയാണ് നമ്മുടെയൊക്കെ വിളിയും നിയോഗവും എന്ന് പറയുന്നത്. എന്നിട്ടെന്തേ നമ്മളാരും ഈ നിധി ഇങ്ങനെ തേടാതെ പോകുന്നു? സ്വർഗരാജ്യം വിലപ്പെട്ടതാണെന്നും അതിലേക്കാണ് നമ്മുടെ യാത്ര എന്നൊക്കെ അറിയാവുന്ന നമ്മൾ എന്നിട്ടും ഈ നിധി തേടാതിരിക്കുകയാണ്. എന്തുകൊണ്ട് തേടുന്നില്ല? അതിൻ്റെ വില എന്താണെന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വർഗരാജ്യത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കിനിയും ദൈവരാജ്യം നേടണമെന്നും എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കള്ളച്ചിന്തയുണ്ട്. അത് നല്ല കള്ളനെ കുറിച്ചാണല്ലേ. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ അതാണ്. എന്നൊക്കെ നടന്നാലും എങ്ങനെയൊക്കെ നടന്നാലും അവസാനം മരിക്കാറാകുമ്പോൾ കർത്താവിൽ നിന്ന് വിളിച്ചാൽ മതിയല്ലേ. നല്ല കള്ളൻ ഇങ്ങനെ ചെയ്തത്, ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. കുരിശേ കിടക്കുമ്പം അവൻ വിളിച്ചു, കർത്താവെ നീ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. ഈശോ ഉടനെ തന്നെ അവന് പാസ്പോർട്ടും വിസയും കൊടുത്തു. നമ്മൾ പലരുടെയും പ്രതീക്ഷയും നല്ല കള്ളനാണ്. ഓർത്തിരിക്കണം, നല്ല കള്ളൻ പ്രതീക്ഷയുടെ ഉറവിടമായിട്ട് മാറരുത്. കാരണം നല്ല കള്ളന് മിശിഹായ ആരാണെന്ന് അവൻ ആദ്യമായിട്ട് കാണുന്നതും ബോധ്യപ്പെടുന്നതും കുരിശിൻ്റെ വിരിമാറിലാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ആരാണെന്ന്, മിശിഹായ ആരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ നിമിഷം അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മാമോദീസായിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, നമ്മൾ സ്വീകരിച്ച ഓരോ കൂദാശകളിലൂടെയും, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെയും, നമുക്ക് നൽകപ്പെട്ട സാക്ഷ്യങ്ങളിലൂടെയും മിശിഹ ആരാണെന്നുള്ള അറിവ് കിട്ടിയിട്ട് അതിനെ സ്വീകരിക്കാതിരുന്നിട്ട് അന്ത്യനിമിഷത്തിൽ നേടാമെന്ന് കരുതിയാൽ തെറ്റിപ്പോയൊരു വ്യാമോഹമായിട്ടത് മാറും. കിട്ടിയ അറിവിനെ ബോധ്യമായിട്ടും അനുഭവമായിട്ടും വിശ്വാസമായിട്ടും രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യ നരകമായിരിക്കും. അതുകൊണ്ട് അവസാന നിമിഷം സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ള പ്രത്യാശയിൽ ജീവിതം മുഴുവൻ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യാഗ്നിയായിരിക്കും. മറന്നു പോകരുത്. നല്ല കള്ളൻ ബോധ്യമായിട്ട് മാറുന്നത് അവൻ്റെ കുരിശിലെ അനുഭവത്തിലൂടെയാണ്. ഇനി യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ നാൾ മുതൽ സ്വർഗരാജ്യം ബലവശമാണ്. ആർക്കും ഇത് എളുപ്പത്തിൽ സ്വീകരിക്കാമെന്ന് കരുതേണ്ട. സ്വർഗരാജ്യം ബലവശമാണ്. എന്താണ് ഈ സ്വർഗരാജ്യം ബലവശമാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒരാൾ തന്നോട് തന്നെ പാലിക്കേണ്ട നിയന്ത്രണത്തിൻ്റെ പേരാണ് ഈ ബലവശമായ സ്വർഗരാജ്യം എന്ന് പറയുന്നത്.
ഈ കൊച്ചു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ചില നിയന്ത്രണങ്ങളോട്, എൻ്റെ വാക്കിൻ്റെ മേൽ, എൻ്റെ പ്രവൃത്തിയുടെ മേൽ, എൻ്റെ ചിന്തയുടെ മേൽ, എൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ, എൻ്റെ എല്ലാവിധ ബലഹീനതകൾക്കുമേൽ ഞാൻ പാലിക്കേണ്ട ഒരു നിയന്ത്രണമുണ്ട്. അതാണ് ബലവശമായിട്ടൊരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. എൻ്റെ മേൽ തന്നെ ഞാൻ അടിച്ചേൽപ്പിക്കേണ്ട നിയന്ത്രണങ്ങളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയായിട്ട് മാറുന്നത്. യോഹന്നാൻ മാംദാന, അയാൾ പാലിച്ച ഒരു ജീവിതത്തിൻ്റെ നിഷ്ഠയുണ്ടായിരുന്നു. അയാൾ ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു കൃപയുടെ അനുഭവമുണ്ടായിരുന്നു. അയാൾ തന്നോട് തന്നെ പാലിച്ചൊരു അച്ചടക്കത്തിൻ്റെ ജീവിതം, മരുഭൂമിയുടെ ജീവിതം. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഹന്നാൻ്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലവശമായിട്ട് മാറുകയാണ്. എന്നോട് ഞാൻ പാലിക്കാത്ത അച്ചടക്കങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ എന്നെ സ്വർഗരാജ്യത്തിന് പുറത്താക്കും. അതുകൊണ്ട് നമ്മളിനി ഈ നിധി കണ്ടെത്തണം. ഈ ഭൂമിയുടെ സന്തോഷങ്ങൾക്കപ്പുറത്ത് സ്വർഗരാജ്യത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരാൾക്ക് ഇനി അതിനെ തേടാനും കണ്ടെത്താനും പറ്റുകയുള്ളൂ. നമ്മുടെ കാലഘട്ടം സ്വർഗരാജ്യത്തെക്കാൾ ഉപരി ഈ ഭൂമിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നൊരു കാലമാണ്. കോവിഡിൻ്റെ തീരുന്ന കാലങ്ങളിൽ ഒരു വിവാഹം ആശീർവദിക്കാനായിട്ട് പോയി. ആ കൊച്ചനെ എനിക്ക് അവൻ്റെ ഒരു യൗവനം മുതൽ പരിചയമുണ്ട്. അവൻ വന്ന് കല്യാണം വിളിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെയാണ്? അവൻ പറഞ്ഞ അമേരിക്കയിലാണ്. 5 വർഷം മാത്രമേ ഈ കേരളത്തിൽ ജീവിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള കാലമൊക്കെ അമേരിക്കയിൽ ജീവിച്ചു. അവിടെ നാട്ടിൽ വന്ന് കല്യാണമാണ്. നമ്മളെല്ലാം അല്പമൊക്കെ മുൻവിധിയുടെ മനുഷ്യരാണല്ലോ അല്ലേ? അച്ഛന്മാർക്ക് അതുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ കേട്ടോ. അപ്പോൾ അമേരിക്കക്കാരത്തേക്ക് കൊച്ചാ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും കല്യാണം എന്തൊക്കെയാണെന്ന് കെട്ടിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. കാരണം എന്ത് കണ്ടാലും ഈ ബലിയർപ്പണത്തിൻ്റെ നിമിഷങ്ങളിൽ മനസ്സ് പതറരുന്നേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതന് ബലിയർപ്പിക്കേണ്ട. കാരണം താഴെ നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും മുകളിൽ നിൽക്കുന്ന ഞങ്ങൾ തിരിച്ചറിയണം അമൂല്യമായ ദാനത്തിൻ്റെ വില എന്താണ്. അതുകൊണ്ട് മുൻപിൽ കാണുന്ന കാഴ്ചകൾ, ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും ഹൃദയത്തെ കൈവിടല്ല എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ പുരോഹിതനും ബലിപീഠത്ത് നൽകുക. അതുകൊണ്ട് തന്നെ ഒന്ന് സ്വയം ഒരുങ്ങിയൊക്കെ അങ്ങ് പോയി. കല്യാണത്തിന് പള്ളിയിൽ ചെന്നിരിക്കുമ്പം കണ്ട വല്ല ഓർത്ത കാര്യങ്ങളൊന്നുമല്ല ഈ വരനെ വധുവിനെ നോക്കുമ്പോൾ. കല്യാണം തുടങ്ങി, കുർബാന തുടങ്ങി. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഈ കൊച്ച്. അവൾ കല്യാണം തുടങ്ങിയപ്പോൾ മുതൽ അവളുടെ മനസ്സും മുഖമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവൾ ആ ബലിയിൽ മുഴുകി നിൽക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്നു. പ്രസംഗം കഴിഞ്ഞു, കാറസൂസ കഴിഞ്ഞു, കെട്ടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവളോട് ആരും ഒന്നും പറഞ്ഞില്ല. അവൾ കയ്യിരുന്നും ഒക്കെ പുറകോട്ട് തിരിഞ്ഞ് ആളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് കൊച്ചിങ്ങനെ 2 കരങ്ങളിലും കുപ്പി നിൽക്കുകയാണ്. ആശീർവാദ സമയത്ത് അവൾക്ക് മറ്റൊന്നും ചിന്തകളില്ല. ആ താലിയെടുത്ത് കൊടുത്ത് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ആ കൊച്ചിങ്ങനെ 2 കൈകളിലും കുപ്പി പിടിച്ച് ദൈവത്തെ വിളിച്ച് താഴെ ഇറക്കുകയാണ്. ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും അടർന്നു വീഴുന്നുണ്ട്. അത് നിരാശയോടൊന്നുമല്ല, പ്രത്യാശയോടെ നിൽക്കുന്ന ഒരാളിൻ്റെ കണ്ണുനീരാണ്. വിവാഹമൊക്കെ ആശീർവദിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇവരെന്നെ കാണാൻ വന്നു. ഞാൻ ഈ കൊച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും കാലം ആശീർവദിച്ച വിവാഹങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ഓർക്കുന്നൊരു വിവാഹമായിരിക്കും. എവിടെ പോയാലും നിങ്ങളെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞ് ഞാനോട് ചോദിച്ചു, ഇങ്ങനെ അമേരിക്ക പോലും നാട്ടിലും ജനിച്ചു വളർന്ന കുഞ്ഞിന് ഇത്രയേറെ ബോധ്യങ്ങൾ കിട്ടിയത് എങ്ങനെയാണ്? അവൾ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അച്ഛാ, ഞാൻ കല്യാണത്തിന് 2 മാസം മുമ്പേ നാട്ടിലെത്തി. എൻ്റെ അപ്പൻ്റെ അമ്മ എൻ്റെ വല്യമ്മച്ചി വീട്ടിലുണ്ട്. വല്യമ്മച്ചി എന്നെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുകയാണ്. എല്ലാ ബാഹ്യ ഒരുക്കങ്ങൾക്ക് നടുവിലും അമ്മ എന്നെ കൂടെ ഇരുത്തി പറഞ്ഞു തന്നു ജീവിതം എന്താണെന്ന്. അതിലുപരിയായിട്ട് വിവാഹത്തിൻ്റെ ദിവസത്തെ പരിശുദ്ധ കുർബാന എന്താണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, എന്നോട് വല്യമ്മച്ചി പറഞ്ഞു തന്നു, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് ദേവാലയത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ട് നിങ്ങളെ നടുവിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ആ കുർബാന നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആ ബലിയിൽ ഓർത്തിരിക്കണം,
നീ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. വരും കാലങ്ങളിൽ വേണ്ട എല്ലാ കൃപകൾക്കും വേണ്ടിയിട്ട് ആ വല്യമ്മ പറഞ്ഞു കൊടുത്തു, എൻ്റെ മോള് അന്ന് മറ്റൊന്നും ചിന്തിക്കരുത്. ആ ബലിയുടെ വിലയറിഞ്ഞിട്ട് നീ അതിൽ തന്നെ നിന്നെ പൂർണ്ണമായിട്ട് അർപ്പിക്കണം. ബലിയുടെ വിലയറിഞ്ഞിട്ട് നിന്നെ അതിൽ തന്നെ അർപ്പിക്കണമെന്നൊരു വല്യമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞതിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. മറ്റെല്ലാ ആഡംബരങ്ങളും തനിക്ക് പുറമേ സംഭവിക്കുന്ന എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് അവളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ബലിയിൽ ജീവിതം കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതം ആരംഭിക്കുന്നു. ഇതാണ് വിലപ്പെട്ടതിൻ്റെ വില അറിയണമെന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിനി കൊടുക്കേണ്ട ഒരു ചിന്തയും അവബോധവും പഠനവും ഇതാണ്. കുഞ്ഞുങ്ങൾക്കുള്ളിലേക്ക് വിലപ്പെട്ടതിൻ്റെ വില എന്താണെന്ന്, കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക്, ചില ആഡംബരങ്ങൾക്കപ്പുറത്തേക്ക് രാജപുത്രിയുടെ അഴക്, ആന്തരികമെന്ന് പറയുന്ന ആ ആന്തരികതകളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വിലപ്പെട്ടതിൻ്റെ വില അറിയാനായിട്ട്, ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി കണ്ടെത്താനായിട്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന നിധി ഒളിച്ചു വയ്ക്കപ്പെട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ, ഈ ബലിയിൽ മിശിഹായുടെ മുറിക്കപ്പെട്ട സ്നേഹമറിയാൻ ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.